السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أذن للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അർഹമുറാഹിമനായ പടച്ചതമ്പുരാൻ നമ്മുടെ ഒരുമിച്ചുകൂടലിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ്. എല്ലാവരും എത്തിക്കാഫിന്റെ നിയ്യത്തിൽ വലിയ ആഗ്രഹത്തിലായി, വലിയ നിയ്യത്തിലായി കഴിഞ്ഞുകൂടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളും അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വാ ചെയ്ത് ജീവിക്കാനും അവസാനം മുഅ്മിനായി ലോകത്തോട് വിട പറയാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കും നമ്മുടെ മാതാപിതാക്കൾക്കെല്ലാം അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിനെ അള്ളാഹു നമ്മുടെ അനുകൂല സാക്ഷിയാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ നമസ്കാരങ്ങൾ, നോമ്പുകൾ, ഇബാദത്തുകളെല്ലാം അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു കടം വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. യുദ്ധക്കെടുതി അനുഭവിക്കുന്ന പശ്ചിമേഷ്യയിലെ ജനങ്ങൾ അള്ളാഹു അവർക്ക് ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. ലോക സമാധാനത്തിന്റെ ശത്രുവായ ഇസ്രായേലിനെ അള്ളാഹു തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. 1938 സിറിയയിലെ ഡമാസ്കസിൽ ജനിച്ച പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനും ചിന്തകനുമാണ് മുഹമ്മദ് നാബൽസി. അദ്ദേഹത്തിന്റെ അറബിയിലുള്ള പണ്ഡിതോചിതമായ ഒരു ഗ്രന്ഥമാണ് നിദാഉല്ലാഹി ലിൽ മുസ്ലിമീൻ എന്നുള്ളത്. മുസ്ലിമീങ്ങളെ, നിങ്ങളെ അള്ളാഹു വിളിക്കുന്നു എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. ഒരിക്കലും ഒരു ബ്രിട്ടീഷ് മന്ത്രി ഒരു അറബ് രാജ്യം സന്ദർശിക്കാൻ വേണ്ടി വന്നു. വിമാനത്താവളത്തിൽ മന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അറബ് രാജ്യത്തിന്റെ മന്ത്രിയും ഉയർന്ന ഉദ്യോഗസ്ഥരും എത്തി. വന്ന ബ്രിട്ടീഷ് മന്ത്രി വനിതയാണ്. വിമാനത്താവളത്തിൽ വെച്ച് സ്വീകരിച്ചപ്പോൾ എല്ലാവരും അവരെ കൈകൊടുത്ത് സ്വീകരിച്ചു. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഈ മന്ത്രിക്ക് കൈ കൊടുക്കാൻ തയ്യാറായില്ല. ഇതിൽ കുപിതനായ അറബ് രാജ്യത്തെ മന്ത്രി ആ ഉദ്യോഗസ്ഥനെ അന്ന് രാത്രി ബ്രിട്ടീഷ് മന്ത്രിക്ക് കൊടുത്ത അത്താഴ വിരുന്നിൽ നിന്ന് മാറ്റി നിർത്തി. പക്ഷെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ആ ബ്രിട്ടീഷ് മന്ത്രി ശ്രദ്ധിച്ചു, തനിക്ക് ഇന്ന് എയർപോർട്ടിൽ കൈതരാൻ വിസമ്മതിച്ച ആ ഉദ്യോഗസ്ഥനെ ഇവിടെ കാണുന്നില്ല. അപ്പൊ അവര് ചോദിച്ചു, എവിടെയാണ് ആ ഉദ്യോഗസ്ഥൻ? ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ വിളിച്ച് വനിതാ മന്ത്രി ചോദിച്ചു, എല്ലാവരും എന്നെ കൈതന്ന് ഊഷ്മളമായി സ്വീകരിച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ഹസ്തദാനം ചെയ്യാതിരുന്നത്? അതിനാ ഉദ്യോഗസ്ഥൻ പറഞ്ഞ മറുപടി, ഞാനൊരു മുസ്ലിമാണ്, നിങ്ങളൊരു അന്യ സ്ത്രീയാണ്, നിങ്ങളുടെ കൈ സ്പർശിക്കൽ എന്റെ മതവിശ്വാസ പ്രകാരം എനിക്ക് നിഷിദ്ധമാണ്, അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന പ്രമുഖരെ നോക്കിയിട്ട് അന്ന് ആ വനിതാ മന്ത്രി പറഞ്ഞത്, നിങ്ങളും നിങ്ങളുടെ മതവിശ്വാസത്തിൽ ഇദ്ദേഹത്തെ പോലെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ രാജ്യം നിങ്ങൾ ഭരിക്കും, ബ്രിട്ടൻ നിങ്ങൾ ഭരിക്കും, നിങ്ങൾക്കും ഇദ്ദേഹത്തെ പോലെ മതവിശ്വാസത്തിലുള്ള ഉറച്ചു നിൽക്കാൻ കഴിയും. സഹോദരങ്ങൾക്ക്, പരിശുദ്ധമായ റമദാൻ ഇതിന്റെ രണ്ടാം പകുതിയിലേക്ക് കടന്നിരിക്കുകയാണ്. രണ്ടാം പകുതി എന്നുള്ളത് ഒന്നാം പകുതിയെ അപേക്ഷിച്ച് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നരകമോചനത്തിന്റെ 10
ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന രാത്രിയും സർവോപരി ബദർ പോരാട്ടത്തിന്റെ അനുസ്മരണവും ഒക്കെ നടക്കുന്ന ദിവസങ്ങളാണ് രണ്ടാം പകുതി എന്ന് പറയുന്നത്. ബദറിനെ നമുക്ക് സമകാലികമായി വായിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം ഇപ്പോൾ നമുക്കുണ്ട്. നാം ഇവിടെ സമാധാനത്തോടെ ജുമാ നമസ്കരിക്കുമ്പോഴും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അവരുടെ പള്ളികൾക്ക് മുകളിൽ അല്ലെങ്കിൽ അവരുടെ താമസ സ്ഥലങ്ങൾക്ക് മുകളിൽ എപ്പോഴാണ് മിസൈൽ പതിക്കുക എന്നുള്ള ആശങ്കയിലാണ് കഴിഞ്ഞുകൂടുന്നത്. ഇവിടെയാണ് ബദർ എന്ന് പറയുന്ന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സഹാബത്തിന്റെ പോരാട്ടത്തെ നമ്മൾ അനുസ്മരിക്കേണ്ടത്. ഹിജറയുടെ 2ാം വർഷമാണ് ബദർ നടക്കുന്നത്. ബദർ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു അനിവാര്യമായ പോരാട്ടമായിരുന്നു. ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു പോരാട്ടം. അന്ന് ആ പോരാട്ടം അവിടെ നടന്നതുകൊണ്ടാണ് ഇന്ന് ഈ പള്ളി ഇവിടെ സ്ഥാപിക്കപ്പെടാൻ കഴിഞ്ഞത്. നമുക്കൊക്കെ വിശ്വാസികൾ എന്ന നിലയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്നത് അന്ന് ആ ചരിത്ര തുല്യതയില്ലാത്ത പോരാട്ടം നടന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ചരിത്രത്തെയും ആ ചരിത്ര പുരുഷന്മാരെയും അനുസ്മരിക്കാനും അവരെക്കുറിച്ച് പറയാനും ഒക്കെ നമുക്ക് ബാധ്യതയുണ്ട്. ചരിത്രം നമുക്ക് സുപരിചിതമാണ്. 313 പേരാണ് 1000-ഓളം വരുന്ന സർവായുധ സജ്ജരായ ശത്രുക്കളോട് പോരാടിയത്. എന്നും മുസ്ലിം സമുദായം വിജയിച്ചിട്ടുള്ളത് ആയുധബലം കൊണ്ടല്ല, ആൾബലം കൊണ്ടുമല്ല. അവർ വിജയിച്ചത് അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം കൊണ്ടാണ്. ഒരു കാലത്തും മുസ്ലിം സമൂഹം വലിയ ശക്തിയായിരുന്നിട്ടില്ല, ആയുധത്തിലോ ആൾബലത്തിലോ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത ഫിഅത്തൻ കസീറത്തൻ ബിഇദ്നില്ലാഹ്. ചരിത്രത്തിൽ എത്ര ചെറിയ സംഘങ്ങളാണ് വലിയ സംഘത്തെ തോൽപ്പിച്ചിട്ടുള്ളത്. ബിഇദ്നില്ലാഹ്, എന്റെ അനുമതിയോടുകൂടി എന്ന് അള്ളാഹുവോട് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഒരു യുദ്ധത്തിന്റെ വിജയവും പരാജയവും ഒക്കെ അവിടെ ഉപയോഗിക്കുന്ന യുദ്ധോപകരണങ്ങളെ ആശ്രയിച്ചിട്ടല്ല. സർവോപരി പടച്ചതമ്പുരാന്റെ സഹായം ഏതു പക്ഷത്തുണ്ടാകുന്നോ ആ പക്ഷത്താണ് വിജയമുണ്ടാകുക. അതുകൊണ്ടാണല്ലോ ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി സഹാബത്ത് വരുമ്പോൾ 12,000 പേരുണ്ട് കൂട്ടത്തിൽ. ശത്രുസൈന്യം 4,000 മാത്രമാണ്. പക്ഷേ യുദ്ധം തുടങ്ങിയപ്പോൾ ഈ 12,000 സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്നും 166 പേരൊഴിച്ച് ബാക്കി എല്ലാവരും പേരണ്ടോടി. ഹുനൈനിന്റെ രണാങ്കളത്തിൽ ഉറച്ചു നിന്നത് 166 സഹാബാക്കളാണ്. അവർ വിചാരിച്ചത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ കൂടുതലുണ്ട്, ബദറിൽ നമ്മൾ ന്യൂനപക്ഷമായിരുന്നു, ഇന്ന് ശത്രുക്കളുടെ 3 ഇരട്ടി നമ്മൾ എണ്ണത്തിലുണ്ട്. ഈ ഒരു അഭിമാന ബോധത്തോടുകൂടിയാണ് ഹുനൈനിന്റെ രണാങ്കളത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷെ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ 166 പേർക്ക് രണാങ്കളത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. അള്ളാഹു ആ സംഭവം വിശുദ്ധ ഖുർആനിൽ അനുസ്മരിക്കുന്നു. അതുകൊണ്ടൊരു യുദ്ധത്തിന്റെ വിജയം മുസ്ലിമീങ്ങൾക്ക് അവർ അള്ളാഹുവിന്റെ ദീനിനെ എത്രമാത്രം മുറുകെ പിടിക്കുന്നു എന്നതിനെ അപേക്ഷിച്ചാണ്. ബദർ നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ബദറിൽ ഒരു നേതാവുണ്ടായിരുന്നു. ആ നേതാവിനെ അനുസരിക്കുന്ന അനുയായികളുണ്ടായിരുന്നു. ആ അനുയായികൾക്കിടയിൽ ഐക്യമുണ്ടായിരുന്നു. ആ അനുയായികൾക്കും നേതാവിനും പൂർണ്ണമായ തവക്കുലുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി സംഗമിച്ചപ്പോഴാണ് ബദറിന്റെ രണാങ്കളത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ ഇറക്കിയത്. സത്യത്തിൽ ബദർ വിജയിക്കാൻ ഒരു മലക്കിന്റെ പോലും ആവശ്യമില്ല. പക്ഷേ ശക്തിപ്രകാശത്തിന്റെ 600 ചിറകുകൾ അല്ലാഹു കൊടുത്ത ജിബ്രീലടക്കം ആയിരക്കണക്കിന് മലക്കുകളെ പടച്ചതമ്പുരാൻ ബദറിന്റെ രണാങ്കളത്തിൽ ഇറക്കിയിട്ടാണ് മുസ്ലിമീങ്ങളെ വിജയിപ്പിച്ചത്. ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മൾ വിജയിക്കേണ്ടത് നമ്മുടെ ആയുധബലം കൊണ്ടല്ല, നമ്മുടെ ഈമാനിന്റെ തഖ്വയുടെ പവർ കൊണ്ടാണ് നമ്മൾ വിജയിക്കേണ്ടത്. ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം പേർഷ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന 935 ഇറാൻ എന്ന പേര് സ്വീകരിച്ച പശ്ചിമേഷ്യയിൽ അതിശക്തമായ ഒരു രാജ്യം, പാരമ്പര്യമുള്ളൊരു രാജ്യം, ഷിയ മതം സ്വീകരിച്ചൊരു രാജ്യം, പാർസികളും അതുപോലെ ജൂതന്മാരൊക്കെ തിങ്ങി താമസിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്തേക്ക് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും കൂടി നടത്തിയിരിക്കുന്ന ഏകപക്ഷീയമായ കടന്നാക്രമണം
ആ കടന്നാക്രമണം ദിവസങ്ങൾ പിന്നിടുമ്പോ സത്യത്തിൽ ഏതുപക്ഷം വിജയിച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ആയുധശക്തിയായ അമേരിക്കയും ഇസ്രയേലും സത്യത്തിൽ ഇപ്പോഴും പരാജയത്തിൽ തന്നെയാണ്. ആയുധബലം കൊണ്ട് ജയിക്കാൻ കഴിയുമെങ്കിൽ ഒന്നാം ദിവസം ഇറാനിനെ തകർക്കേണ്ടതായിരുന്നു. കാംനയിയെ കൊല്ലാൻ കഴിഞ്ഞു എന്നുള്ളതൊരു കാര്യം തന്നെയാണ്. പക്ഷേ കാംനയിയെ പോലെ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ നിന്ന് പറഞ്ഞതുപോലെ ലോകത്തിന് മുമ്പിൽ എണീറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരു ചുണക്കുട്ടി ഇസ്ലാമിക ലോകത്തുണ്ടായി എന്നുള്ളത് ഒരു അഭിമാനം തന്നെയാണ്. വിശ്വാസം ഷിയയാണെന്നത് അവിടെ ഇരിക്കട്ടെ, ഇവിടെ ഷിയായും സുന്നിയും തിരിക്കേണ്ട സമയമല്ല ഇപ്പോൾ. ഇവിടെ ഒരു പേപ്പട്ടിയുണ്ട്. ആ പേപ്പട്ടി മനുഷ്യരെ കടിച്ച് കൊന്നു മുന്നേറുകയാണ്. പേപ്പട്ടിയെ കൊല്ലാൻ വേണ്ടി ആര് വടിയെടുത്താലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ പേപ്പട്ടി മനുഷ്യരുടെ ശത്രുവാണ്. മനുഷ്യത്വത്തിന്റെ ശത്രുവായ ഇസ്രായേൽ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ഭരണകൂടം ഡൊണാൾഡ് ട്രംപ് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മുസ്ലിമീങ്ങളുടെ മാത്രം വിഷയമല്ല, അറബ് രാജ്യങ്ങളുടെ മാത്രം വിഷയമല്ല. ഇസ്രായേൽ മനുഷ്യത്വത്തിന്റെ ശത്രുവാണ്. ഒരിക്കലും ഇസ്രായേൽ മനുഷ്യത്വത്തോട് ദയ കാണിച്ചിട്ടില്ല. ചരിത്രം അങ്ങനെയില്ല. എവിടെയാണുള്ളത്? ഇസ്രായേൽ എന്തെങ്കിലും ഒരു മാനുഷിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച ഒരു ചരിത്രം ഇസ്രായേലിനില്ലല്ലോ. ഇപ്പോൾ ഇറാനെ ആക്രമിക്കാൻ കാരണമായി പറഞ്ഞത് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നു, അവർ ആണവ വെപ്പണുകൾ ഉണ്ടാക്കുന്നു എന്നാണ്. ഇറാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ആണവായുധമുണ്ടാക്കാൻ കഴിയില്ല, ഞങ്ങളുടെ മതവിശ്വാസം അതിനെതിരാണ്. അങ്ങനെ ഒരു സമൂഹത്തെ നശിപ്പിക്കുന്ന ആണവായുധം ഉണ്ടാക്കുന്നതിന് ഞങ്ങളുടെ മതമെതിരാണ്. 2015 ആ രാജ്യം അവരുടെ കവാടങ്ങൾ തുറന്നിട്ട് കൊടുത്തു UN മുന്നിൽ. നിങ്ങൾക്ക് പരിശോധിക്കാൻ ഞങ്ങളുടെ രാജ്യത്ത് ആണവായുധങ്ങളുണ്ടോ എന്ന്. ഞങ്ങൾ ഞങ്ങളുടെ മറ്റാവശ്യങ്ങൾക്കുള്ള വൈദ്യുതി ആവശ്യങ്ങൾക്കുള്ള യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നുണ്ട്. ആരാണിത് പറയുന്നത്? ലോകത്ത് 30 ചില്ലാനും രാജ്യങ്ങൾക്ക് ഇന്നും ഈ രീതിയിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അവകാശമുണ്ട്. 10ലധികം രാജ്യങ്ങൾ ആയുധമാക്കിയിട്ടുണ്ട്. 450 അണവായുധങ്ങൾ ഒഫീഷ്യലായി സമ്മതിച്ചില്ലെങ്കിലും ഇസ്രായേലിന്റെ പക്കൽ ഇന്നുമുണ്ട്. ഇവരാണ് ആണവായുധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇറാനിനെ ആക്രമിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നത്. ഈ ചരിത്രത്തിൽ ഒരിക്കലും ഇസ്രായേൽ മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളെ കാത്തുസൂക്ഷിച്ചിട്ടില്ല, മനുഷ്യത്വത്തോടൊരു നീതി കാണിച്ചിട്ടില്ല. ഇന്നലെ വരെ ഫലസ്തീന്റെ പുറകെയായിരുന്നില്ലേ? ഇപ്പോഴും ലബനാനിലേക്ക് അവർ ആക്രമണം നടത്തുന്നില്ലേ? ഇവിടെയാണ് ഉദിനലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു. ബദർ ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധമാണ് മുസ്ലിമീങ്ങളുടെ. അതുവരെ യുദ്ധം ചെയ്യണ്ടെന്നാണ് പറഞ്ഞത്. ബദറിന് അനുമതി കൊടുത്തപ്പോൾ പടച്ചോൻ പറഞ്ഞത് ഊദീന, ബദറിന് ഞാൻ അനുമതി നൽകിയിരിക്കുന്നു. കാരണം ബിഅന്നഹും ളുലിമു, നിങ്ങൾ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട്, ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ കാലങ്ങളായി ആക്രമിക്കപ്പെട്ട ഒരു സമൂഹത്തിന് തിരിച്ചടിക്കാനുള്ള അനുമതിയായിരുന്നു ബദർ എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ കാണണം, ഇറാനിൽ യുദ്ധം ആരംഭിച്ചത് പിഞ്ചു പെൺകുട്ടികളെ കൊന്നൊടുക്കിക്കൊണ്ടാണ്. ഒരു വനിതാ മദ്രസയുടെ മുകളിലേക്ക് മിസൈൽ ഇട്ടുകൊണ്ടാണ് യുദ്ധം ആരംഭിച്ചത്. അത് അവരുടെ മതവിശ്വാസത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. കുട്ടികളെ കൊന്നുകൊണ്ട് യുദ്ധം തുടങ്ങുക. 2023 ഒക്ടോബർ 8 ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയൊരു പ്രസംഗമുണ്ട്. അന്നാണ് ഗസയിലേക്ക് തിരിച്ചടി തുടങ്ങിയത്. അന്ന് നെതന്യാഹു ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളെല്ലാവരെയും കൊല്ലുക, ആരെയും വേർതിരിക്കേണ്ടതില്ല, കുഞ്ഞുങ്ങളെയും കൊല്ലുക. ആ പ്രസംഗത്തിൽ പ്രചോദിതരായിട്ടാണ് ഇസ്രായേലി പട്ടാളം ഒരു വകതിരിവുമില്ലാതെ ഫലസ്തീനിലെ കുഞ്ഞുമക്കളെ കൊന്നൊടുക്കിയത്. അതുകൊണ്ട് ഒരു മനുഷ്യത്വവും തീണ്ടാത്ത, ഒരു സഹതാപവും അർഹിക്കാത്ത ഒരു വിഭാഗമാണ് ഈ സയനിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവരാണിപ്പോൾ ഇറാനിലേക്ക് കടന്നു കയറി സത്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയേണ്ട രീതി. ഒരിക്കലും ഈ സമൂഹത്തിന് അവരുടെ ആ വംശീയ വെറി മാറ്റിവെക്കാൻ കഴിയില്ല. പുള്ളിപ്പുലിക്ക് പുള്ളി മാറ്റാൻ കഴിയാത്തതുപോലെ ഈ സയനിസ്റ്റുകൾക്ക് ഒരിക്കലും മുസ്ലിം വിരോധം മാറ്റിവെക്കാൻ കഴിയില്ല. ഒരു ചരിത്രത്തിലെന്നും മുസ്ലിം വിരോധത്തിന്റെ ആളുകളാണ്. എന്താണ് ഇവർ ചെയ്യാത്തത്? മുത്തുറസൂലിനെ എത്ര പ്രാവശ്യമാണ് കൊല്ലാൻ ശ്രമിച്ചത്? ഇവരുടെ ഇന്നലകൾ അങ്ങനെയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു. പ്രവാചകൻ പോയി. ഒരു ഭാഗത്തിരുന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് ഈ ജൂതന്മാർ കല്ലുരുട്ടി വിടുകയാണ് പ്രവാചകന്റെ നേർക്ക്. വലിയ കല്ല്, പാറക്കല്ല്.
ജിബ്രീൽ അലൈഹി ഇസ്ലാം ഉടനെ വഹി കൊടുത്ത് നബിയെ മാറിക്കോ, കല്ല് വരുന്നുണ്ട്. പ്രവാചകന് വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചില്ലേ സൈനബ് എന്ന് പറയുന്ന ജൂതപ്പെണ്ണ്? ലബീദ് ഇബ്നു അസം എന്ന് പറയുന്ന ജൂതൻ പ്രവാചകനെ സിഹ്ർ ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചില്ലേ? പരിശുദ്ധ ഖുർആനിനെ ലോക ചരിത്രത്തിൽ ആദ്യമായി അതിന്റെ പാരഡി ഇറക്കിയ ആളുകൾ ജൂതന്മാരാണ്. അമേരിക്കയിലെ ടെക്സാസിൽ നിന്നും ഇന്റർനെറ്റ് വഴി എഡിറ്റ് ചെയ്തുകൊണ്ട് 368 പേജുകളുള്ള ഖുർആൻ ഇറക്കി ഇവര്. വിശുദ്ധ ഖുർആൻ 600 പേജുണ്ട്, ബാക്കി പേജ് ഇവർ എടുത്തു കളഞ്ഞു. അറബ് ലോകം അത് കണ്ടുപിടിച്ചു. അപ്പൊ ഇങ്ങനെ മുസ്ലിം സമൂഹത്തെ ഏതെല്ലാം രീതിയിൽ നശിപ്പിക്കാൻ കഴിയുമോ അതിനെല്ലാമുള്ള ശ്രമങ്ങൾ ഈ ചരിത്രത്തിൽ നടത്തിയ ആളുകളാണ് ഇവര്. ഇപ്പൊ കാംനയെ കൊന്നു. അറഫാത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഒരാളുടെയും ശത്രു ആയിരുന്നില്ല, മനുഷ്യത്വമുള്ള ഒരാളായിരുന്നു അറഫാത്ത്. അദ്ദേഹത്തെ കൊല്ലില്ല എന്ന് ജോർജ് ബുഷിന് ഉറപ്പ് കൊടുത്തതാണ് ഇസ്രായേൽ ഗവൺമെന്റ്. ഒരിക്കലും അറഫാത്തിനെ കൊല്ലൂല. പക്ഷെ അറഫാത്തിനെ കൊല്ലാൻ വേണ്ടി സാധാരണ മനുഷ്യന്മാര് സഞ്ചരിച്ച വിമാനം വെടിവെച്ചിട്ടു. അതിൽ അറഫാത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ അറഫാത്തിനെ വിഷം കൊടുത്തു കൊന്നു. ഇവരാരെയും കൊല്ലാൻ മടിയില്ലാത്തവരാണ്. മുത്തുനബിയെ കൊല്ലാൻ മടിക്കാത്തവർ ആരെ കൊല്ലാനാണ് മടിക്കുക? ഇവർക്കെന്ത് കുഞ്ഞുങ്ങൾ, ഇവർക്കെന്ത് സ്ത്രീകൾ, ഇവർക്കെന്ത് മദ്രസ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രം മനുഷ്യത്വത്തിന്റെ ശത്രുക്കളാണ്. അമേരിക്കയ്ക്കും ഒരിക്കൽ ഭീഷണിയായി ഇവർ വരും. ഇപ്പോൾ എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന അമേരിക്കയ്ക്ക് പോലും ഒരു കാലത്ത് ഇവര് ശത്രുക്കളായി വരും. അവിടെയാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന്റെ ഗതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് മിസൈൽ വിടുന്നുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളെ ഒരിക്കലും ആക്രമിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഗൾഫ് രാഷ്ട്രങ്ങളെ ആക്രമിക്കുന്നത്? വൈക്കം മുഹമ്മദ് ബഷീർ ഒരിക്കൽ പറയുണ്ടായി, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം കേരളത്തിന്റെ വലിപ്പമേ ഉള്ളൂ. അതിന്റെ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ ഒന്ന് ഒരുമിച്ചിരുന്ന് മൂത്രമൊഴിച്ചാൽ ഇസ്രായേൽ ഒലിച്ചു പോകും. അത്രേ ഉള്ളൂ ഇസ്രായേല്. പക്ഷെ ഈ അറബ് രാജാക്കന്മാരൊന്നും ഒരുമിച്ചിരുന്ന് മൂത്രമൊഴിക്കൂല. അതാണ് കുഴപ്പം. ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ എങ്ങനെയാണ് അമേരിക്കയുടെ താവളങ്ങൾ വന്നത്? ഇവര് വിളിച്ചു വരുത്തുന്നതാണല്ലോ. ഈ താവളങ്ങളിലേക്കാണ് ഇറാൻ ഇപ്പോൾ മിസൈൽ വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ധാരാളം ആളുകൾ അവിടെ പ്രയാസപ്പെടുന്നു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ ഇതിന്റെ കാരണങ്ങൾ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം? ഈ രീതിയിൽ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് എല്ലാവിധ സൗകര്യങ്ങളും, സൗദി അറേബ്യ പോലുള്ള രാജ്യത്ത് മദ്യം നിഷിദ്ധമാണ്. പക്ഷേ ഇവരുടെ താവളങ്ങളിൽ അത് അനുവദിക്കപ്പെട്ടിരിക്കുക. ഇങ്ങനെ ഇത്തരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്ക് ഒത്താശ ചെയ്ത് അവർക്ക് വേണ്ടി പച്ച പരവതാനി വിരിച്ചപ്പോഴാണ് ഇറാനിന് അയൽ രാഷ്ട്രങ്ങളെ ആക്രമിക്കേണ്ടി വന്നത്. ഇറാൻ ഒരിക്കലും അമേരിക്കയിലേക്ക് മിസൈൽ വിടാൻ കഴിയില്ല. ഇറാന് ചെയ്യാൻ കഴിയുന്നത് തന്റെ ശത്രുവിന്റെ താവളങ്ങൾ, പരിസരത്തുള്ള താവളങ്ങളെ ആക്രമിക്കുക എന്നുള്ളതാണ്. അതാണ് അവർ ചെയ്യുന്നത്. ഇവിടെയാണ് അറബ് രാഷ്ട്രങ്ങൾ ഉണർന്ന് ചിന്തിക്കണം. ഒരു ധീരനായ ഒരു പോരാളി ഉണ്ടായിരുന്നു അറബ് രാജ്യത്ത്, ഫൈസൽ രാജാവ്. 1971 ഈജിപ്തിനെ ആക്രമിച്ചു ഇസ്രായേല്. ജമാൽ അബ്ദുൽ നാസർ ഭരിക്കുന്ന കാലം. ജമാൽ അബ്ദുൽ നാസറുമായി ഫൈസൽ രാജാവിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേൽ ഈജിപ്തിനെ ആക്രമിച്ചപ്പോൾ ഫൈസൽ രാജാവ് അവിടെ ഓടിയെത്തി. ജമാൽ അബ്ദുൽ നാസറിന് പിന്തുണ കൊടുത്തു. ഒന്നിച്ചു നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ എണ്ണ ഉപരോധം ഏർപ്പെടുത്തി. എണ്ണ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതിന് ധൈര്യം കാണിച്ച അറബ് ചരിത്രത്തിൽ ഏക ഭരണാധികാരിയാണ് ഫൈസൽ രാജാവ്. പക്ഷെ അദ്ദേഹത്തിനുണ്ടായത് എന്താണ്? ഒരു നബിദിനത്തിന്റെ ദിവസം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ വെടിവെച്ചു കൊന്നു. ഈ വെടിവെച്ചു കൊന്ന സഹോദരപുത്രൻ അമേരിക്കയെ പഠിച്ചയാളാണ്. അപ്പൊ ഇങ്ങനെ അറബ് സമൂഹം ഉണർന്ന് ചിന്തിച്ച് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇറാന്റെ മാത്രം ശത്രുക്കളല്ല, ഞങ്ങളുടെയും ശത്രുക്കളാണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാലേ കാര്യം നേരെ പിന്നെ പോവുള്ളൂ. ഏതാണ്ട് പതിറ്റാണ്ടുകൾ മുമ്പ് സ്പെയിനിന്റെ തലസ്ഥാനമായ മാഡ്രിഡിൽ വെച്ചൊരു സമ്മേളനം ചേർന്നു. OIC രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ ഫലസ്തീൻ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സമ്മേളനം ചേർന്നു. ആ സമ്മേളനം തുടങ്ങുന്നത് വെള്ളിയാഴ്ചയാണ്. ഒരു അറബ് രാജ്യത്തെ നേതാക്കന്മാരും പറഞ്ഞില്ല ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം, അതുകൊണ്ട് വെള്ളിയാഴ്ച സമ്മേളനം തുടങ്ങരുതെന്ന് പറഞ്ഞില്ല. വെള്ളിയാഴ്ച സമ്മേളനം തുടങ്ങി. ഒരു അറബ് നേതാവും അന്ന് പള്ളിയിൽ പോയില്ല. മാഡ്രിഡ് സമ്മേളനം 2ാം ദിവസം ശനിയാഴ്ചയിലേക്ക് കടന്നപ്പോൾ ജൂതന്മാർ പറഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ ദിവസമാണ്, ഇന്ന് സമ്മേളനം നിർത്തിവെക്കണം എന്ന് പറഞ്ഞു. സമ്മേളനം നിർത്തിവെച്ചു. ജൂതന് പള്ളിയിൽ പോകാൻ വേണ്ടി ശനിയാഴ്ച സമ്മേളനം നിർത്തിവെച്ചു. തലേ ദിവസം തുടങ്ങിയപ്പോൾ ഒരു അറബി നേതാവും പറഞ്ഞില്ല ഞങ്ങൾക്ക് പള്ളി പോകണം, ഇന്ന് സമ്മേളനം തുടങ്ങരുതെന്നതാരും പറഞ്ഞില്ല. അള്ളാഹു പറഞ്ഞില്ലേ നിങ്ങൾ തഖ്വ മുറുകെ പിടിച്ചാലേ നിങ്ങളെ ഞാൻ സഹായിക്കും.
ഇമാം ഖുമൈനി ഇറാനിലുണ്ടായിരുന്ന കാലത്ത് ഒരു പാശ്ചാത്യ മാധ്യമ പ്രവർത്തക ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഖുമൈനിയുടെ അടുക്കൽ ചെന്നു. ആ പെണ്ണ് ചെല്ലുന്നത് അർദ്ധനഗ്നയായിട്ടാണ്. മുട്ടുവരെ എത്താത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ഖുമൈനി ആദ്യം പറഞ്ഞ വാക്ക്, ഇറങ്ങിപ്പോകൂ ചെകുത്താനെ, നാണം മറച്ചിട്ട് കയറി വരൂ എന്നാണ്. ഒരു അമേരിക്കൻ മാധ്യമപ്രവർത്തകരോട് ഇത് പറയാൻ ധൈര്യം കാണിച്ചാണ് ഇമാം ഖുമൈനി. അദ്ദേഹം ഷിയ വിശ്വാസിയാണ്, ശരിയാണ്. അതുകൊണ്ട് നാം പിന്തുണയ്ക്കുന്നത് ഷിയായിസത്തെയല്ല, ആ വിശ്വാസത്തെയല്ല. ഒരിക്കലും പിന്തുണയ്ക്കാൻ കഴിയില്ല. നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണ്. പക്ഷേ ഇവിടെ പൊതുശത്രുവിനെതിരെ, ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തെമ്മാടിക്കെതിരെ, പൊതുശത്രുവിനെതിരെ നാം ഒന്നിച്ചു നിൽക്കുകയാണ്. ഇത് നമ്മുടെ ഒരു നയമാണല്ലോ. റോമും പേർഷ്യയും തമ്മിൽ യുദ്ധം നടന്നു പ്രവാചകന്റെ കാലത്ത്. റോമാക്കാര് അഹ്ലു കിതാബികളാണ്, വേദത്തിൽ വിശ്വസിക്കുന്നവരാണ്. പേർഷ്യക്കാര് ബഹുദൈവ ആരാധകരുമാണ്. സഹാബാക്കൾ സപ്പോർട്ട് ചെയ്തത് റോമിനെയാണ്. കാരണം റോമിന്റെ വിശ്വാസം, അവർ ദൈവികമായ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഞങ്ങളും ഒരു ദൈവിക ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് റോമക്കാരെയാണ്. ഖുറൈശികൾ സപ്പോർട്ട് ചെയ്ത് പേർഷ്യക്കാരെയാണ്. കാരണം രണ്ടുപേരും ബഹുദൈവ വിശ്വാസികളാണ്. ശുദ്ധ ഖുർആൻ സൂറത്തുർ റൂം എന്ന പേരിൽ അധ്യായം തന്നെ അവതരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാട് ഇതാണ്. യുദ്ധരംഗത്ത് പോലും മുനാഫിക്കുകളെ പ്രവാചകൻ ചേർത്ത് നിർത്തി. യുദ്ധത്തിന് പോകുമ്പോൾ മുനാഫിക്കുകളെ മാറ്റി നിർത്തിയില്ല. അത് മുസ്ലിം സമൂഹത്തിൽ അനൈക്യമുണ്ടെന്ന് ശത്രുവിനെ തോന്നിപ്പിക്കും. അതുകൊണ്ടാണ് അവരെ ചേർത്ത് നിർത്തിയത്. ഒരിക്കലും ഒരു യുദ്ധരംഗത്ത് വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾ മദ്യപിച്ചു, യുദ്ധക്കളത്തിൽ വെച്ച് മദ്യപിച്ചു. യുദ്ധരംഗത്ത് സഹാബത്ത് നേതാവിനെ അറിയിച്ചു, ഒരാൾ മദ്യപിച്ചിട്ടുണ്ട്. അന്ന് നേതാവ് പറഞ്ഞത്, യുദ്ധക്കളത്തിൽ വെച്ച് നമ്മൾ ശിക്ഷ നടപ്പിലാക്കരുത്. കാരണം നമുക്കിടയിൽ അനൈക്യമുണ്ടെന്ന് ശത്രുവിന് തോന്നും, അത് നമ്മുടെ ശക്തി ചോർന്നു പോകുന്നതിന് കാരണമായിത്തീരും. നടപ്പിലാക്കിയില്ല. മുഹമ്മദ് ബിൻ മസ്ലമ എന്ന് പറയുന്ന സഹാബിക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാളെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മുഹമ്മദ് ബിൻ മസ്ലമയോട്, നീ വാളുകൊണ്ട് ശത്രുവിനെതിരെ പോരാടണം. ശത്രുവിനെതിരെ നീ പോരാടിക്കൊണ്ടിരിക്കണം. പക്ഷെ നിങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടായാൽ, നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായാൽ പിന്നെ നീ യുദ്ധം ചെയ്യരുത്. ഏതെങ്കിലും ഒരു പാറക്കല്ലിൽ ഈ വാള് ഒടിച്ചു കളഞ്ഞിട്ട് വീട്ടിലിരുന്നോ. അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുക എന്നുള്ള പാഠമാണ് ബദർ നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടു കൂട്ടരുണ്ടായിരുന്നു സഹാബാക്കൾ, അൻസാരികൾ. മുഹാജിറുകളും അൻസാരികളും ഒരുമിച്ച് നിന്നു ഒരു നേതാവിന്റെ കീഴിൽ. അപ്പോഴാണ് ബദർ വിജയിച്ചത്. അപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം കിട്ടിയത്. അതുകൊണ്ട് പടച്ച തമ്പുരാൻ തീരുമാനിച്ചാൽ ഏത് ശത്രുവിനെയും അള്ളാഹു അമർച്ച ചെയ്യും. അതിന് മിസൈലുകൾ വേണമെന്നില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ധാരാളം പട്ടാളങ്ങളുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ ധാരാളം സൈന്യങ്ങളുണ്ട്. അള്ളാഹുവിന് ഇവരൊക്കെ അമർച്ച ചെയ്യാൻ വലിയ മിസൈലും ബോംബർ വിമാനങ്ങളൊന്നും വേണ്ട. നമ്രൂദിനെ നിങ്ങൾക്കറിയില്ലേ? ഇബ്രാഹിം നബി എന്ന് പറയുന്ന ലോകം കണ്ട രണ്ടാമത്തെ ചരിത്ര പുരുഷനെ എല്ലാ നിലയ്ക്കും ശല്യപ്പെടുത്തിയ നമ്രൂദ് എന്ന് പറയുന്ന വലിയ രാജാവ്. എങ്ങനെയാണ് നമ്രൂദിനെ അള്ളാഹു നശിപ്പിച്ചത്? ആയുധം കൊണ്ടല്ല, മിസൈല് കൊണ്ടല്ല. നമ്രൂദിന്റെ ചെവിയിലേക്ക് ഒരു പ്രാണിയെ പടച്ചോൻ കടത്തിവിട്ടു. ആ പ്രാണി ചെവിയിലിരുന്ന് ഇങ്ങനെ പെറ്റുപെരുകാൻ തുടങ്ങി. അതിന്റെ ഈ ശബ്ദം കൊണ്ട് നമ്രൂദ് അസ്വസ്ഥനായി. ചികിത്സയൊന്നുമില്ല. നമ്രൂദിനെ ആരെങ്കിലും ഇങ്ങനെ അടി കൊടുക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. നമ്രൂദ് രണ്ടുപേരെ ഏൽപ്പിച്ചു ചെരുപ്പ് കൊണ്ട് അടിക്കാൻ വേണ്ടി. നിലത്തിട്ട് ചവിട്ടുന്ന ചെരുപ്പ് കൊണ്ട് നമ്രൂദിന്റെ രണ്ട് ചെവിയിലും രണ്ടുപേരെ കൊണ്ട് അടിപ്പിച്ചു. അടിക്കുമ്പോൾ ആശ്വാസം കിട്ടും, വേറെ മരുന്നൊന്നുമില്ല. ആ അടി കൊണ്ടിട്ടാണ് നമ്രൂദ് എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ചക്രവർത്തി അള്ളാഹു തആല കൊന്നുകളഞ്ഞത്. മിസൈല് കൊണ്ടല്ല. ഫിരൗനിനെ അള്ളാഹു മുക്കിക്കൊന്നത് ചെങ്കടലിലാണ്. വെള്ളത്തിൽ മുക്കിയാണ് ഫിരൗനെ നശിപ്പിച്ചത്. ശദ്ദാദിനെ അള്ളാഹു നശിപ്പിച്ചത് അവൻ പണിത സ്വർഗത്തിലേക്ക് കയറുമ്പോഴാണ്. ഇന്നും ആ ഫിരൗന്റെ ജഡം അള്ളാഹു, ആ മമ്മി അള്ളാഹു ഈജിപ്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്, ധിക്കാരികൾക്ക് കാണാൻ വേണ്ടി. അതുകൊണ്ടൊരു ധിക്കാരിയും രക്ഷപ്പെട്ട ചരിത്രം ഇല്ല. ബെഞ്ചമിൻ നെതന്യാഹു രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒരുപാട് നാളുകൾ ഇനി നീളുമൊന്നും തോന്നുന്നില്ല. ഈ യുദ്ധം ഒരുപക്ഷെ ആ ശത്രുവിന്റെ അന്ത്യത്തിലേക്ക് പോകാനാണ് സാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പടച്ച തമ്പുരാൻ ശത്രുവിനെ പരാജയപ്പെടുത്തുമാറാകട്ടെ. എന്നേക്കുമായ ശത്രുവിനെ അള്ളാഹു അവസാനിപ്പിക്കുമാറാകട്ടെ. ലോകത്ത് അള്ളാഹു സമാധാനം പുനഃസ്ഥാപിക്കുമാറാകട്ടെ. അറബ് രാജ്യങ്ങൾക്കിടയിൽ അള്ളാഹു ഐക്യം പ്രദാനിക്കുമാറാകട്ടെ. വാഹിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.